ആധുനിക ഭാരതത്തിന്റെ സൃഷ്ടാക്കളിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ സ്ഥാപകനായ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നതിനെ എതിർത്ത മദൻ മോഹൻ മാളവ്യ തികഞ്ഞ രാഷ്ട്രസ്നേഹിയായിരുന്നു. വിദ്യാഭ്യാസത്തിലൂടെ വിമോചനമെന്ന ആശയം പ്രാവർത്തികമാക്കിയ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. സ്വാതന്ത്ര്യ സമരത്തിന്റെ തീജ്വാലയിലേക്ക് ധാരാളം യുവാക്കളെ ആകർഷിച്ച ആ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. 1861 ഡിസംബർ 25 ഉത്തർപ്രദേശിലെ അലഹബാദിലായിരുന്നു മദൻ മോഹൻ മാളവ്യയുടെ ജനനം. മകരന്ത് എന്ന പേരിൽ ബാല്യകാലത്ത് രചിച്ച കവിതകളിലൂടെ സാഹിത്യപാടവം പ്രകടമാക്കി. 1879 കൊൽക്കത്ത സർവകലാശാലയിൽ നിന്ന് BA ബിരുദം നേടിയ അദ്ദേഹം അലഹബാദ് ജില്ലാ സ്കൂളിൽ അധ്യാപകനായി. 1886 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത് നടത്തിയ പ്രസംഗമാണ് മദൻ മോഹൻ മാളവ്യയെ ജനശ്രദ്ധയിലേക്ക് ഉയർത്തിയത്. ബ്രിട്ടീഷ് ഭരണം ഭാരതത്തിന്റെ വ്യവസായ മേഖലയിലുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിയ മാളവ്യ വിദ്യാഭ്യാസത്തിലൂടെ വിമോചനമെന്ന ആശയത്തിലൂന്നി പോരാടാൻ തീരുമാനിച്ചു. ഒരു വിദ്യാഭ്യാസ സ്ഥാപനമെന്ന പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയുടെ ആഗ്രഹമാണ് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. ഒരു വ്യക്തിയുടെ ശ്രമഫലമായി രൂപവത്കരിക്കപ്പെട്ട ഭാരതത്തിലെ ആദ്യ സർവകലാശാല എന്ന നിലയിൽ വാരണാസിയിൽ തലയുയർത്തി നിൽക്കുന്നു ഏഷ്യയിലെ ഏറ്റവും പ്രശസ്തമായ സർവകലാശാലകളിലൊന്നായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അലഹബാദ് കോടതിയിലെ അഭിഭാഷകനായിരുന്ന മദൻ മോഹൻ മാളവ്യ സത്യം മാത്രം വിജയിക്കൂ എന്ന മുണ്ടകോപനിഷത്ത് വാക്യം സത്യമേവ ജയതേയും പ്രചരിപ്പിച്ചു. സ്വാതന്ത്ര്യ സമരകാലത്ത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത കോൺഗ്രസിനെ അദ്ദേഹം നിശിതമായി എതിർത്തു. മുസ്ലിങ്ങൾക്ക് പ്രത്യേക മണ്ഡലമെന്ന ആശയത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയാണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത്. പിന്നീട് ഹൈന്ദവ ഏകീകരണത്തിനായി ഹിന്ദു മഹാസഭ സ്ഥാപിച്ചു. സാമൂഹിക നവോത്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ പ്രകാശം പരത്തിയ മാളവ്യയ്ക്ക് 2014 നരേന്ദ്രമോദി സർക്കാർ ഭാരതരത്ന നൽകി ആദരിച്ചു. ഗംഗാനദീ സംരക്ഷണം, ഹരിജനോദ്ധാരണം, അയിത്തത്തിനോടെതിരെയുള്ള പോരാട്ടം തുടങ്ങി സാമൂഹിക നവോത്ഥാനത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും മാർഗദീപമായ ധീരദേശാഭിമാനിയുടെ ഓർമ്മകൾക്ക് പ്രണാമം. ന്യൂസ് ഡെസ്ക്, ജനം.